ലൂസി യാ ലൂസി 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 അയ്യോ ഇതൊക്കെ ട്രെയിൻഡ് ആണോ ചേട്ടാ? ലൂസി പിന്നെ നടാഷ എവിടെ? ഇത് റഷ്യൻ ഇമ്പോർട്ടർ, ഡയറക്റ്റ് ഇമ്പോർട്ടർ ആണ്. സോ ലൂസി ഇമ്പോർട്ടർ. ഓ ലൂസിക്ക് നല്ല സ്നേഹം ഉണ്ടല്ലേ? ലൂചി 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 പാപ്പു. ഇതെന്താ എല്ലാരും ഒരേപോലെ ഇരിക്കണേ? അത് ഒരേപോലെ ആയതുകൊണ്ട് സിംബ ഇഞ്ചി. ഓ പാപ്പു. ഇത് എത്ര പേരുണ്ട് മൊത്തം? പാബ്ലോ 15 പേരുണ്ട്. ഇനിയും പോവാം, ഇനി കുറെ ദൂരമുണ്ട് നടക്കാൻ. അതെ, ക്ലീനിങ് നടക്കണതേ ഉള്ളൂ. കുറച്ച് അഗ്രഷൻ ഉള്ള ആൾക്കാരാണ്. ആണോ? പക്ഷെ ഒന്നും ചെയ്യത്തില്ല. ക്ലീൻ ചെയ്യണം. എന്നാലും പാപ്പുവിനെ ഒന്ന് കുറച്ചുകൂടെ ദേഷ്യക്കാരായ കുറച്ച് പൂച്ചക്കുട്ടികളുണ്ട്. ബാ, ദേഷ്യമൊന്നുമില്ല, വലിയ ആൾക്കാരാ. ഇവന്റെ പേര് ഫ്ലൂട്ടോ, ഇവന്റെ പേര് പാബ്ലോ എസ്കോബാർ. അവിടെ ഉള്ളിലിരിക്കുന്നത് ടോപ്പസ്റ്റ് ആയിട്ടുള്ള കാറ്റ്. ഇതിന് എത്ര വയസ്സുണ്ടാവും? എവിടെ പോണു? തള്ളി ഇറങ്ങി. അത് അവിടെ പെമ്പിളാരെ കണ്ടേ, ഇറക്കി വിട്ടു പെമ്പിളാരെ കണ്ടേ. ലോകത്ത് എല്ലാരും അങ്ങനെ തന്നെ, പെമ്പിളാരെ കണ്ടതിന്റെ പ്രശ്നങ്ങളായപ്പോ പെമ്പിളാരെ കണ്ട വലിയ പ്രശ്നമാണത്. നോ അവര് തമ്മിൽ കൂട്ടല്ല. ആണോ? അത് മക്കളെ തന്തയ്ക്ക് അത്ര താല്പര്യമില്ല. അവന്റെ മോനാണ്. മക്കളാണ് ഈ താഴെയുള്ള രണ്ടുപേരും. പുലിയെ വളർത്തണമെന്നായിരുന്നു ആഗ്രഹം. സോ ഇവിടെ ഇന്ത്യയിൽ പുലിയെ വളർത്താനുള്ള ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് പൂച്ചയിലോ ഒതുങ്ങി. പക്ഷെ ഇവര് നോർമൽ അങ്ങനെ കാറ്റ് എന്ന് പറയണ്ട കാര്യം. ഇതൊരു പിന്നെ നമ്മളെ ഏഷ്യൻ ലെപ്പേർഡ് കാറ്റും ഈജിപ്ഷ്യൻ മ്യാവ് എന്ന് പറഞ്ഞ ഒരു കാറ്റുമായിട്ട് 1986 US ജെയിംസ് മില്ലർ എന്ന് പറയുന്ന ഒരു ലേഡി പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ബ്രീഡാണിത്. കാര്യം ആൾക്കാർക്ക് പുലിയെ വളർത്താൻ താല്പര്യം ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിന്റെ മിനിയേച്ചർ പതിപ്പായിട്ട് ഇവരെ വളർത്താമെന്നുള്ളതാണ്. ആർക്കെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹം കൊടുക്കോ? ഉറപ്പായിട്ടും കൊറേ ആളുകളെ മീൻസ് എടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ആണോ? അത് ശരി. അപ്പം ആ പുള്ളിക്കാരന് ഒരു പേരുണ്ട്. സോ അതുപോലെ തന്നെ കുറെ ആൾക്കാർ വളർത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കൊടുക്കും. താഴെ നമ്പർ കൊടുത്താൽ മതി, ആവശ്യമുള്ള ആരെങ്കിലും വിളിച്ചാൽ അവൈലബിൾ ആണ്. ഫ്രണ്ട് കേട്ടോ? വെരി ഗുഡ്. ഫ്രണ്ട് ഇതെന്താ ചേട്ടാ? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു. ആണ്. സോ ഇവന് ഇപ്പൊ ചെറിയ പയനാ, ഇവന് 8-9 മാസേ ആയിട്ടുള്ളൂ. ആണോ? എല്ലാരോടും കുറച്ച് ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. പരിചയമില്ലെങ്കില് ഇത്തിരി അഗ്രഷനാണ് ആള്. പരിചയം ഇങ്ങനെ നിക്കി നോക്കിക്കൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് നാളെ അനങ്ങൂല. അവനെ ഇഷ്ടമല്ലാതെ കയറൂല. പിള്ളേരൊക്കെ ഇടയ്ക്ക് പോയി നോക്കും, ആരെങ്കിലും കുരുത്തക്കട കാണിക്കുന്നത് അവിടെ പോയി. ഇതിപ്പം നൈറ്റ് ഫുള്ളായിട്ട് തുറന്നു വിട്ടേക്കും. രാവിലെ ഇപ്പൊ ഇവിടെ ആളില്ലെങ്കിലും അവനെ ഫുള്ള് വെളിയിൽ തന്നെ.